ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു ചിത്രം വളരെയധികം വൈറലായതാണ്. കണ്ടാൽ ഒരു വിക്കിപീഡിയ പേജ് പോലെ തോന്നും. അതിൽ എഴുതിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് ദി ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് വെനസ്വേല. ഈ പടം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. വെനസ്വേല ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പ്രസിഡന്റിനെ നീക്കം ചെയ്ത് ഇപ്പോൾ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നുള്ള രീതിയിൽ ട്രെൻഡ് ചെയ്തൊരു പോസ്റ്ററാണ്. ഡെഫിനറ്റ്ലി എഡിറ്റഡ് ആയിട്ടൊരു പോസ്റ്ററാണ്. പക്ഷേ ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് ദി അമേരിക്കൻ പ്രസിഡന്റ് വെനസ്വേല ഉണ്ടായിരുന്ന പ്രസിഡന്റിനെ അവരുടെ വീട്ടിൽ പോയി, അവരുടെ റെസിഡൻസിൽ പോയി, അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് തിരിച്ചു ന്യൂയോർക്കിൽ കൊണ്ടുവന്ന് ജയിലിലിട്ടിരിക്കുകയാണ്. എന്തിനാണ് ഇത് സംഭവിച്ചത്? എന്താണ് ഈ വെനസ്വേലയും US തമ്മിലുള്ള പ്രോബ്ലം? ഇന്നത്തെ IAS ഫാക്ടർ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐ എം അർജുൻ ആർ ശങ്കർ. വെനസ്വേല ഏറ്റവും കൂടുതൽ വാർത്തയിൽ നിറഞ്ഞു നിന്നൊരു രാജ്യമാണ്. എവിടെയാണ് വെനസ്വേല എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. വെനസ്വേല ഒരു സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. നമ്മൾ ലാറ്റിൻ അമേരിക്കൻ എന്നൊക്കെ പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള സൗത്ത് അമേരിക്കയിൽ തന്നെ നോർത്തേൺ സൗത്ത് അമേരിക്കൻ രാജ്യമാണ് വെനസ്വേല. ബോർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബ്രസീൽ, കൊളംബിയ, ഗയാന, കരീബിയൻ സീയുടെയൊക്കെ അടുത്തുള്ള രാജ്യമാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് മാപ്പിൽ കാണുന്ന പോലെ വെനസ്വേലനെ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ജോഗ്രഫി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വെനസ്വേലനെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത് വെനസ്വേലയുടെ ഓയിൽ റിസർവ്സ് ആണ്. യെസ്, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഓയിൽ റിസർവ് ഉള്ള ഒരു രാജ്യമാണ് വെനസ്വേല. അത് തന്നെയാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു മെയിൻ ആസ്പെക്റ്റ്. ദ നാർക്കോ മാൻ, ദ നാർക്കോ ടെററിസ്റ്റ്, ഇതൊക്കെയാണ് വെനസ്വേലൻ പ്രസിഡന്റിനെ നിക്കോളാസ് മഡൂറോനെ അമേരിക്ക വിളിക്കുന്ന പേര്. ഇത് തുടങ്ങുന്നത് ഇവരുടെ അറസ്റ്റാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, വെനസ്വേല എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ പ്രസിഡന്റ് റെസിഡൻസിൽ വന്ന് അമേരിക്കൻ ഫോഴ്സസ് വന്ന് അറസ്റ്റ് ചെയ്ത് തിരിച്ച് ന്യൂയോർക്കിലെ ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടിടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇന്ത്യയിലാണ് നമ്മുടെ പ്രസിഡന്റിനെ ഇതേപോലെ വന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ ആർമിയും ഫോഴ്സസും വന്ന് തട്ടിക്കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടാവുമായിരുന്നു. ഇതാണ് ഇതിൻ്റെ പ്രധാന തുടക്കം. വെനസ്വേലൻ പ്രസിഡന്റ് ആയിരുന്ന നിക്കോളാസ് മഡൂറോ, ഇയാൾക്കെതിരെ ഒരുപാട് ചാർജസ് ഉണ്ട്. പ്രത്യേകിച്ച് ഡ്രഗ് ചാർജസ് ആണ് കൂടുതൽ. ഇവരെ അവരുടെ റെസിഡൻസിൽ, കൃത്യം പറയുകയാണെങ്കിൽ വെനസ്വേലയിലെ കാരക്കാസ്, അവരുടെ മെയിൻ സിറ്റിയിലെ ഇവരുടെ റെസിഡൻസിൽ ഇയാളുടെ ഭാര്യയുടെ കൂടെ ഉള്ള സമയത്ത് റെസിഡൻസിൽ നിന്നാണ് അമേരിക്കൻ ഫോഴ്സസ്, ഇതിന് വിളിക്കുന്ന പേര് ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ് എന്നാണ് അമേരിക്ക ഇതിന് വിളിക്കുന്ന പേര്. വളരെയധികം പ്ലാൻ ചെയ്തൊരു ഓപ്പറേഷനാണ്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തൊരു ഓപ്പറേഷൻ ഒന്നുമല്ല. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അമേരിക്ക വെനസ്വേലനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക അവകാശപ്പെടുന്നു അമേരിക്കയിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഡ്രഗ് സപ്ലൈ എന്ന് പറയുന്നത് നിക്കോളാസ് മഡൂറോയുടെ നേതൃത്വത്തിലാണ്. അവിടുത്തെ പ്രസിഡന്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് അമേരിക്കയിലേക്ക് കയറ്റി വിടുന്നത്. ഇതിനെ തടയാൻ കഴിഞ്ഞ കുറേ വർഷമായി ട്രംപ് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓപ്പറേഷൻസ് നടത്തി അമേരിക്കയിൽ. ആദ്യം തന്നെ $50 മില്യൺ നിക്കോളാസ് മഡൂറോ തലയ്ക്ക് അമേരിക്ക വിലയിട്ടതാണ്. $50 മില്യൺ. പക്ഷെ പിന്നീട് ഒരുപാട് ഇത്രയും വലിയ ഡ്രഗ് ടെററിസ്റ്റിനെ പിടിച്ചു കൊടുത്താൽ കിട്ടുന്നൊരു തുകയാണത്. ഒരുപാട് കാര്യങ്ങൾ നടത്തി, പക്ഷേ ഇയാളെ പിടിക്കാൻ പറ്റിയില്ല ആ സമയത്തൊന്നും. പിന്നീട് അമേരിക്ക വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിനെ കൃത്യമായി നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക, ഫ്രസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ ആ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഉദാഹരണത്തിൽ ഏരിയൽ ഡ്രോൺ സ്ട്രൈക്സ്, വെനസ്വേലൻ ടെറിട്ടറിയിലുള്ള ഡ്രഗ്സ് ക്യാരി ചെയ്യുകയാണെന്ന് പറയുന്ന ബോട്ടുകളെല്ലാം ഇവർ എയർ സ്ട്രൈക്ക് ചെയ്തിട്ടു. അവിടെയുള്ള മിക്ക ഷിപ്പുകളെയും, വെനസ്വേലൻ ഷിപ്പുകളെയും അമേരിക്കൻ ഫോഴ്സസ് തടഞ്ഞു. അമേരിക്കൻ നേവി അവിടെ പ്രസന്റ് ആയിരുന്നു. പ്രധാനപ്പെട്ട സ്കിപ്പർ എന്ന് പറയുന്ന വെനസ്വേലയുടെ പ്രധാനപ്പെട്ട ഒരു ഓയിൽ ടാങ്കർ, ഓയിൽ ഒരുപാടുള്ള രാജ്യമാണ്, അവരുടെ പ്രധാനപ്പെട്ട ഓയിൽ ടാങ്കറും ഇവർ പിടിച്ചെടുത്തു. സ്വാഭാവികമായിട്ടും നിക്കോളാസ് മഡൂറോ, അവിടുത്തെ പ്രസിഡന്റ്, സ്വന്തം രാജ്യത്ത് ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ ഒരു പ്രസിഡന്റും സന്തോഷത്തോടെ ഇരിക്കില്ല. പ്രതികാരം തന്നെയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വികാരം. വളരെയധികം, പക്ഷേ അമേരിക്ക ആയതുകൊണ്ട് തന്നെ ചെറുത്ത് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും അവർ ശ്രമിച്ചു. അങ്ങനെ ഇങ്ങനൊരു നീണ്ട ഒരു പ്ലാനിങ്ങിന് ശേഷമാണ് ജനുവരി 3 അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സസ്, 150ഓളം വരുന്ന മിലിറ്ററി ഹെലികോപ്റ്റേഴ്സ്, ഡിഫൻസ് ഫോഴ്സസ്, മറൈൻ കോപ്സ്, എലീറ്റ് കമാൻഡോസ്, ഡെൽറ്റ ഫോഴ്സ്, നൈറ്റ് സ്റ്റോക്കേഴ്സ്, അമേരിക്കയുടെ പ്രധാനപ്പെട്ട എല്ലാ ഫോഴ്സിലെ ആൾക്കാരും, നേവിയും എല്ലാവരും പ്രസന്റ് ആയിരുന്നു. പുലർച്ചെ 2 മണിക്കാണ് മിഷൻ ലോഞ്ച് ചെയ്യുന്നത്. കാരക്കാസിലെത്തി പ്രസിഡൻസിൽ വന്ന്
പ്രസിഡന്റിനെയും വൈഫിനെയും അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി നേരെ ന്യൂയോർക്കിൽ കൊണ്ടുവന്നു. അവിടെ ഒരുപാട് ഫൈറ്റിംഗ് നടന്നു. വെനസ്വേലൻ കണക്കനുസരിച്ചിട്ട് ഏകദേശം 100ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടതായിട്ടാണ് വെനസ്വേലൻ കണക്ക് സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ കണക്കുകൾ അനുസരിച്ചിട്ട് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ കണക്ക്. അവരെ കൊണ്ടുപോയത് തന്നെ അമേരിക്കൻ ഡിഫൻസിന്റെ മിലിറ്ററി വെസലിലാണ്, ഷിപ്പിൽ കൊണ്ടുപോയി പിന്നീട് ന്യൂയോർക്കിലുള്ള എയർബേസിൽ അവരെ കൊണ്ടിറക്കി. ഇവരെ അമേരിക്കയിലെ ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ ഫെഡറൽ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിലാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു പ്രീ ഡിറ്റൻഷൻ ട്രയൽ സെന്ററാണ്, അതായത് വിധി കാത്ത് കിടക്കുന്ന ഒരുപാട് ആൾക്കാർ, ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഈ ഡിറ്റൻഷൻ സെന്റർ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള വയലൻസിനും സാനിറ്റേഷനും ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള, നെഗറ്റീവ്ലി പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഇവരെ വെച്ചിരിക്കുന്നത്. ഇവർ വാർ ക്രിമിനൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന മാർച്ചിലാണ് ഇവരുടെ അന്തിമ വിധി ഉണ്ടാവാൻ പോകുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഓയിൽ റിസർവ് ഉള്ള ഒരു രാജ്യമാണ് വെനസ്വേല. ലോക ട്രേഡിന്റെ ഏകദേശം 20% ഓയിൽ പൊട്ടൻഷ്യൽ വെനസ്വേല ഉണ്ടെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ മേക്കിംഗ് കമ്പനി എന്ന് പറയുന്നത് സൗദി അറേബ്യ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നീട് വരുന്ന താഴേക്കുള്ള രാജ്യങ്ങളായിരിക്കും, ഇറാൻ, ഇറാഖ് ഒക്കെ ആയിരിക്കും. ബാരൽ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 303 ബില്യൺ ബാരലിനടുത്തുണ്ട് ഇവരുടെ കണക്ക്. സൗദി അറേബ്യക്ക് ഏകദേശം 260 ബില്യൺ ബാരലേ ഉള്ളൂ. സോ ഇവിടെ ആ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത്രയും ഓയിൽ റിസർവ് ഉണ്ടായിട്ടും ഇത് ഓയിൽ റിസർവ് പൊട്ടൻഷ്യലാണ്. ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ മേക്കിംഗ് രാജ്യം വെനസ്വേല അല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യമല്ല, ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് പ്രൊഡ്യൂസിങ് രാജ്യമായി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡെഫിനറ്റ്ലി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, സൗദി അറേബ്യ തന്നെയായിരിക്കും. പക്ഷേ ഇവിടുത്തെ പൊട്ടൻഷ്യൽ, ഈ പൊട്ടൻഷ്യൽ നന്നായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റേത് രാജ്യത്തിനെക്കാട്ടും മുകളിൽ എത്താനുള്ള പൊട്ടൻഷ്യലാണ് വെനസ്വേലയ്ക്കുള്ളത്. അത് മറ്റ് രാജ്യങ്ങളെക്കാട്ടും നന്നായി അമേരിക്കയ്ക്ക് നന്നായി അറിയാം. ഇനി ഇവിടുത്തെ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഓയിൽ കൂടുതലും ഹാർഡ് ക്രൂഡാണ്. പെട്ടെന്ന് റിഫൈൻ ചെയ്യാനും പെട്ടെന്ന് അങ്ങനെ റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഓയിൽ അല്ല. അതുകൊണ്ട് തന്നെ നല്ല എഫേർട്ട് വേണം ഇവിടുത്തെ ഓയിൽ ശരിക്കും ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും പറയുന്ന പോലെ അമേരിക്ക പ്രത്യക്ഷത്തിൽ ഓയിലിന് വേണ്ടിയാണോ വെനസ്വേല പിടിച്ചെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്ക അവിടുത്തെ പ്രസിഡന്റിനെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയത് ലോകത്തെ യുണൈറ്റഡ് നേഷൻസിന്റെ ചാർട്ടറും ഇതിൻ്റെ എല്ലാം വയലേഷനാണ്. ലോകത്ത് അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ഇപ്പോൾ അവർ ചെയ്തത് ഒരു ഡ്രഗ്, സ്വന്തം രാജ്യത്തിലേക്ക് ഡ്രഗ് കടത്തുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത് ഒരിക്കലും ഒരു നിയമത്തിലും ഒരു ചാർട്ടറിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. ഓയിൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ഈ കാരണം കൊണ്ടാണ്. എന്താണ് വെനസ്വേല ശരിക്കുള്ള പ്രോബ്ലം? അവിടുത്തെ അവസ്ഥ എത്രത്തോളം മോശമാണ്? എന്തിനായിരിക്കും അവർ ഇത്രയും ആൾക്കാർ ഡ്രഗ്സൊക്കെ മാത്രം സെല്ല് ചെയ്ത് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത്രയധികം പട്ടിണിയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് വെനസ്വേല. ഏകദേശം 80% അവിടുത്തെ പോവർട്ടി റേറ്റ്. 10ൽ 8 പേരും പട്ടിണിയിലാണ്. വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു സോഷ്യോ ഇൻഡിക്കേറ്റർ ഉള്ളൊരു രാജ്യമാണ്. ഇനി ഓയിൽ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഓയിൽ വിറ്റ് കിട്ടുന്ന പൈസ അവിടെ കറപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരിച്ച് മാറി വന്നിരുന്ന ഭരണകൂടം ഇവിടെ എല്ലാം കറപ്ഷൻ നടത്തി വന്നതുകൊണ്ട് തന്നെ ഈ ഓയിൽ വിറ്റ പൈസ ഒന്നും ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഹൈപ്പർ ഇൻഫ്ലേഷൻ വന്നു. സിംബാബ്വേയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹൈപ്പർ ഇൻഫ്ലേഷൻ. സാധാരണ വിലക്കയറ്റമൊന്നുമല്ല, ഹൈപ്പർ ഇൻഫ്ലേഷനാണ്. കറൻസി ഇങ്ങനെ പ്രിൻ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, ഒരു കണക്കുമില്ലാതെ പ്രിൻ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. സാധാരണക്കാരന് ഭക്ഷണവും മരുന്നും വാങ്ങിക്കാനുള്ള അവസ്ഥ പോലും ഇല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് വെനസ്വേല മാറി. ഇത് ഇവിടുത്തെ പോവർട്ടി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം. കറപ്ഷൻ അതിലും വലുതാണ്. ഇനി ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്ന റെഫ്യൂജി ക്രൈസിസ്. 8 മില്യൺ ആൾക്കാർ, 80 ലക്ഷം, 1 കോടി ജനങ്ങൾ വെനസ്വേലയിൽ നിന്ന് ഓടിപ്പോയി. അവർ മൈഗ്രൻസായി, റെഫ്യൂജീസായി, എങ്ങനെയെങ്കിലും വെനസ്വേലയിൽ നിന്ന് ഒന്ന് കടന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയി. എല്ലാവരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. നിക്കോളസ് മഡൂറോ ആരാണ് ഇദ്ദേഹം? വെനസ്വേലൻ പ്രസിഡന്റിന് മുന്നേ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിന് ഏറ്റവും പോപ്പുലർ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹ്യൂഗോ ഷാവേസ്. അവിടുത്തെ ബൊലീവറിയൻ മൂവ്മെൻറ്റിൻ്റെ ഫോമർ പ്രസിഡന്റ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ലെഫ്റ്റ് വിങ് മൂവ്മെൻറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നിക്കോളസ് മഡൂറോ. ആ രാജ്യത്തിൻ്റെ ഒരു സാധാരണ ബസ് ഡ്രൈവറായി, യൂണിയൻ നേതാവായി തുടങ്ങി പിന്നീട് അവിടുത്തെ സ്പീക്കർ വരെ ആയി മാറിയ വ്യക്തിയാണ് നിക്കോളസ് മഡൂറോ. പിന്നീട് അവിടെ നിന്നും ഫോറിൻ മിനിസ്റ്ററായി, പിന്നീട് പ്രസിഡന്റായി മാറി. അദ്ദേഹത്തിൻ്റെ എലക്ഷൻ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഇലക്ഷനാണ്. കാരണം നമ്മൾ ബാംഗ്ലാദേശിൽ ചർച്ച ചെയ്ത പോലെ എലക്ഷൻ റിഗിങ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവം, ബേസിക്കലി എലക്ഷൻ ഫ്രോഡ് കാണിക്കുക.
അങ്ങനെ ഇലക്ഷൻ മൊത്തം റിഗ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം പ്രസിഡന്റ് ആയത്. അങ്ങനെ ഇദ്ദേഹം പ്രസിഡന്റ് ആയപ്പോൾ ലോകരാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ, കാനഡ, യൂറോപ്യൻ യൂണിയൻ എല്ലാ രാജ്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ പ്രോപ്പറായിട്ടും ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടാണ് കണ്ടത്. അദ്ദേഹത്തിന് പ്രസിഡന്റായിട്ട് കാണാൻ സാധിക്കില്ല. അന്ന് തുടങ്ങിയതാണ് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളും നിക്കോളസ് മഡൂറോ എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് കാണാൻ സാധിച്ചു. അതായത് വെനസ്വേലയുള്ള പ്രസിഡന്റ് ഫോർമലായിട്ടൊരു പ്രസിഡന്റ് അല്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ വന്നു. വെനസ്വേല എന്ന രാജ്യത്തിൻ്റെ മേൽ ഒരുപാട് പ്രാവശ്യം അമേരിക്ക സാങ്ഷൻസ് കൊണ്ടുവന്നു. സാങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് സാങ്ഷൻസ്, വെനസ്വേലയുമായിട്ട് ട്രേഡ് കട്ട് ചെയ്യുക, മറ്റാരും തന്നെ ഇവരോട് ട്രേഡ് ചെയ്യാതിരിക്കുക, സ്വാഭാവികമായിട്ടും അവിടുത്തെ എക്കോണമി തകരും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് നിക്കോളസ് മഡൂറോയുടെ ഒരു ചരിത്രം. നിക്കോളസ് മഡൂറോ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഇവിടുത്തെ ഡ്രഗ് കാർട്ടൽസിനെല്ലാം ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ചത്. പ്രധാനമായും ദ കാർട്ടൽ ഓഫ് ദ സൺസ്, കൊളംബിയൻ ഡ്രഗ് കാർട്ടൽസും കൊളംബിയൻ ഗറില്ല ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ബന്ധം. ഡ്രഗ്സ്, പ്രത്യേകിച്ച് കൊക്കെയിൻ പോലത്തെ ഒരുപാട് ഡ്രഗ്സ് എല്ലാം, ലാറ്റിൻ അമേരിക്കൻ ഡ്രഗ്സ് വളരെ പോപ്പുലർ ആണ് ലോകത്ത്. സൗത്ത് അമേരിക്കൻ ഡ്രഗ്സ് വളരെയധികം പോപ്പുലറാണ്. ഈ ഡ്രഗ്സിൻ്റെ എല്ലാം ഉത്ഭവം വെനസ്വേലയിൽ നിന്ന് വന്ന് ഒരു വലിയ ഡ്രഗ് കാർട്ടലായി മാറാൻ ഇതിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് നിക്കോളസ് മഡൂറോയാണ്. ഇതാണ് അമേരിക്കൻ വേർഷൻ എന്ന് പറയുന്നത്. അമേരിക്ക ശരിക്കും വെനസ്വേലനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്? ജസ്റ്റിഫൈ ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്? ഒഫീഷ്യലി അമേരിക്കൻ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്കുള്ള ഏറ്റവും വലിയ ഡ്രഗ് സപ്ലൈ, കൊക്കെയിൻ, ഫെൻറ്റാനിൽ, ഇതെല്ലാം കൊളംബിയൻ റൂട്ട് വഴി, ഗറില്ല ഗ്രൂപ്പ് വഴി വെനസ്വേലയിൽ നിന്നാണ് ഇത് വരുന്നത്. ഇത് തടയണം. അമേരിക്കയിലേക്ക് വരുന്ന ഇത്രയും വലിയ ഡ്രഗ്സ് തടയണം. ആ ഡ്രഗ് നെറ്റ്വർക്ക്, ഇല്ലിസിറ്റ് ഡ്രഗ് നെറ്റ്വർക്ക് ഇല്ലാണ്ടാക്കണം. ഇതിനു വേണ്ടിയാണ് അമേരിക്ക ഇങ്ങനെ വലിയൊരു അറ്റാക്ക് നടത്തിയതും അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് വന്നതും. ഇത് അമേരിക്കയുടെ ഫോർമൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അൺഒഫീഷ്യൽ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇതിനകത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ജിയോ പോളിറ്റിക്സ് ഇരിപ്പുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ, ഒന്ന്, ഓയിൽ തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ. അൺടാപ്ഡ് ആയിട്ടുള്ള ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഓയിൽ റിസർവ് ഉള്ളതുകൊണ്ട് അമേരിക്കയ്ക്ക് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. രണ്ടാമതായിട്ട് നിക്കോളസ് മഡൂറോ എന്ന് പറയുന്ന ഈ പ്രസിഡന്റിനെ ഇവിടെ നിന്ന് മാറ്റുക, അദ്ദേഹത്തിനെ പവറിൽ നിന്ന് മാറ്റുക, പവർ പൊസിഷനിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ് അമേരിക്കയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പണ്ട് 1989 പനാമയിൽ ഇത്രയും വലിയൊരു അറ്റാക്ക് അമേരിക്ക അന്ന് നടത്തിയത്, ഇത്രയും വലിയൊരു ഭരണമാറ്റമൊക്കെ നടത്തിയത്. പക്ഷേ ഇന്ന് ഇത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ലാറ്റിൻ അമേരിക്കയിൽ, സൗത്ത് അമേരിക്കയിൽ അമേരിക്കയുടെ പവർ കൂട്ടണം. സോ ദാറ്റ് മറ്റ് രാജ്യങ്ങൾ, ചൈന, റഷ്യ, മറ്റ് രാജ്യങ്ങൾ ഇവിടെ വന്ന് കൺട്രോൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ പവർ കൊണ്ടുവരാൻ വേണ്ടിയാണ് അമേരിക്ക ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അൺഒഫീഷ്യൽ ജസ്റ്റിഫിക്കേഷൻ. ശരിക്കും വെനസ്വേലയ്ക്കെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചോ എന്ന് ചോദിച്ചാൽ യുദ്ധമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അമേരിക്കൻ വേർഷൻ അനുസരിച്ചിട്ട് ഡ്രഗ്സിനെതിരെയാണ് അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിക്കോളസ് മഡൂറോയ്ക്ക് ശേഷം ഇപ്പോൾ വെനസ്വേലയിൽ ഡെൽസി റോഡ്രിഗസ് ആണ് ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. വലിയൊരു ഭരണമാറ്റം തന്നെയാണത്. ഓയിൽ എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. അമേരിക്കൻ കമ്പനീസ്, ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ കമ്പനീസ്, ഓയിൽ കമ്പനിയോട് ട്രംപ് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് $100 ബില്യൺ ആണ്. വെനസ്വേലൻ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ അമേരിക്കൻ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യണം. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം അമേരിക്കൻ ഗവൺമെൻറ് തീരുമാനിക്കും. എന്തായാലും അമേരിക്കൻ ഓയിൽ കമ്പനീസ് ഇനി വെനസ്വേലയിൽ കൃത്യമായി ഓയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ചർച്ച മുന്നോട്ട് കൊണ്ടുവരും. ഓയിലിന് വേണ്ടിയാണോ അല്ലേ എന്നുള്ളതും ഡ്രഗ്സിന് വേണ്ടിയാണോ അല്ലേ എന്നുള്ളതെല്ലാം വലിയൊരു ചർച്ചയാണ്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ അറിയാം അമേരിക്ക എന്താണ് വെനസ്വേലൻ പ്രസിഡന്റായ നിക്കോളസ് മഡൂറോനെ ചെയ്യാൻ പോകുന്നതെന്നും. അദ്ദേഹം ഇപ്പോഴും പറഞ്ഞൊരു സംഭവമുണ്ട്, ഞാൻ ഒരു പ്രിസണർ ഓഫ് വാർ ആണ്, ഞാൻ തന്നെയാണ് വെനസ്വേലയിലെ ലെജിറ്റിമേറ്റ് പ്രസിഡന്റ്.